കട്ടാവുന്നു, പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ആവുന്നില്ല. വിവിധ പ്രശ്നങ്ങൾ പെട്ടിട്ട് നിങ്ങളുടെ ചാനൽ ഒരു തീരുമാനമായിരിക്കും. മോണിറ്റൈസേഷൻ സിമ്പിളായിട്ട് ആയിക്കിട്ടും. ഇതാണ് കിം അണ്ണൻ, മുഴുവൻ പേര് തോമസ് കിം. ഇയാൾക്ക് എന്താ ഈ വീട്ടിൽ കരുന്നല്ലേ? അതിനു മുന്നേ കുറേ ദിവസങ്ങളായിട്ട് മോണിറ്റൈസേഷൻ ഇഷ്യൂ ആണ് വരുന്നത്. പലർക്കും മോണിറ്റൈസേഷൻ കട്ടാവുന്നു, പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്ലൈ ആവുന്നില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയൊരു സ്വപ്നമായിരിക്കാം മോണിറ്റൈസേഷൻ എന്നുള്ളത്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടൂല എന്ന് ഉറപ്പിക്കാം. ഇനി നമ്മളെ കിം അണ്ണൻ ആരാണെന്ന് പറയാം. മൂപ്പര് യൂട്യൂബിൻ്റെ YPP പ്രോഗ്രാമിൻ്റെ YPP എന്ന് പറയുന്ന സെക്ഷൻ, അതായത് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം, അതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ. ഇതിൻ്റെ ചെയർമാനാണ് ഈ കിം എന്ന് പറയുന്ന ആൾ, അതായത് തോമസ് കിം. മൂപ്പരുമായിട്ട് നടന്ന ഒരു അഭിമുഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഞാനെല്ലാം മറ്റൊരാൾ നടന്ന അഭിമുഖം ഞാൻ കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് കേൾക്കുക. ഇതിൽ റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പം പ്രശ്നം വരുന്നത്. റീയൂസ്ഡ് പറഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞപാട് ഒരു സ്ക്രീൻ വരും, ഈ റീയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതല്ല. അതോടുകൂടി തൃപ്തിയാവും. പിന്നെ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ യൂട്യൂബിൽ വെച്ചാൽ എല്ലാ വീഡിയോയും കയറി നോക്കും. അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ കാണും. പിന്നെ ഡിലീറ്റ് ചെയ്യലായി അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ പെട്ടിട്ട് നിങ്ങളുടെ ചാനൽ ഒരു തീരുമാനമായിരിക്കും. ഇതാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നാലുള്ള വിഷയം. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ഈ കിം അണ്ണൻ, അതായത് നമ്മൾ പറയുന്ന തോമസ് കിം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് വളരെ ചുരുക്കിയിട്ട് ഞാൻ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു വലിയൊരു പട്ടണം, ആ പട്ടണത്തിൽ മുഴുവനായിട്ട് വിൽക്കുന്നത് ഡ്രസ്സുകൾ മാത്രമാണ്. ആ ഡ്രസ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഫുള്ളി ആളുകൾ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, അല്ലെങ്കിൽ കൈകൊണ്ട് നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രൂപത്തിൽ അവർ തന്നെ നിർമ്മിച്ച വസ്ത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു പട്ടണം. ഈ പട്ടണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വസ്ത്രങ്ങൾ മുഴുവൻ വിൽക്കാൻ വേണ്ടി നമുക്ക് ഫ്രീ ആണ്. നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ റൂം എടുത്തിട്ട് ഡ്രസ്സ് വിൽക്കാം. പക്ഷേ അതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി പറയുന്നത് ഈ വസ്ത്രം വിറ്റ് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ആ നഗരത്തിൻ്റെ ചുമതലക്കാർ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എടുക്കും. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് നമുക്ക് തരാം. അത് നമുക്കാണ് കൂടുതൽ പെർസെൻറ്റേജ് തരാം, ബാക്കി അവരെടുക്കും. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. ഇനി ഇവിടെ കുറേ ആളുകൾ ഡ്രസ്സ് വാങ്ങാൻ വരും. ഈ ഡ്രസ്സ് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് വേണ്ടത് എല്ലാവർക്കും വ്യത്യസ്തമായ ഡ്രസ്സുകളാണ്, അല്ലെങ്കിൽ ഓരോ ആളുകളും ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡ്രസ്സുകളാണ് അവർക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ വാങ്ങാൻ ഇഷ്ടം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് കുറേ ആളുകൾ, നമ്മളെല്ലാ കൂട്ടത്തിലുണ്ടാവില്ല, കുറേ ഉഡായിപ്പ് ടീം ഉണ്ടാവും. ഈ ഉഡായിപ്പ് ടീം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ റീയൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതായത് മറ്റൊരാൾ ഇട്ടിട്ട് ഒഴിവാക്കിയ ഡ്രസ്സുകളും, അതുപോലെ ബൾക്കായിട്ട് ഒരേ പാറ്റേൺ, വെള്ളയാണെങ്കിൽ മൊത്തം വെള്ള, അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ വിൽക്കും ചെറിയ പൈസക്ക്. അപ്പോൾ അത് വലിയ എഫോർട്ട് ഒന്നും ഇടാതെ വളരെ സിമ്പിളായിട്ട് വലിയ മാന്യന്മാരായിട്ട് കച്ചവടം ചെയ്യുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഇത് ഈ ഒഫീഷ്യൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത്, ഈ കച്ചവടം ആരാണോ ചെയ്തത് അവർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവർ ഈ റവന്യൂ വരുന്ന സോഴ്സസ് അവർ നിർത്തല, കച്ചവടം പൂട്ടിക്കുന്നു പറയാം, മലയാളത്തിൽ പറഞ്ഞ കച്ചവടം പൂട്ടിക്കും. അങ്ങനെ ചില ആളുകൾക്ക് എന്ത് പറ്റും, ഇവന്മാരിങ്ങനത്തെ കുറേ സാധനം കൊണ്ടുകൊടുത്തിട്ട് അറിയാതെയൊക്കെ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു വെച്ച് വിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയും കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കും ശിക്ഷ സെയിം തന്നെയാണ്, അവരെയും ബാൻ ചെയ്യും. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതേപോലെയുള്ള വെള്ള വസ്ത്രങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ വെള്ളയോ ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഡ്രസ്സാണ്, പ്രത്യേകിച്ച് കാണാനും ഡിസൈനൊന്നും ഇല്ല, പക്ഷെ അത് മൊത്തം അവരുണ്ടാക്കുന്നതാണ്. അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമല്ലോ, നല്ല വെള്ള വസ്ത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർ അവരുടെ ഒരു ക്രിയേഷൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതും എന്ത് തോന്നും, നേരത്തെ ഈ കള്ളന്മാരൊക്കെ വിറ്റ അതേ ഐറ്റമായി തോന്നുന്നത് കൊണ്ട് ഒഫീഷ്യൽസ് കണ്ട അതിനും ഒരേ നിയമ നടപടിയാണ്, അവരുടെയും മോണിറ്റൈസേഷൻ കട്ടാക്കും. നമുക്ക് യൂട്യൂബിൻ്റെ കേസിൽ പറഞ്ഞാൽ ഇപ്പം ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുന്നത് ഈ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടാവും. ഇനി ഇതിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? അതായത് നേരത്തെ പറഞ്ഞ ഉടായ്പ വഴി നമ്മൾ ഈ എടുക്കുന്ന യൂസ് ചെയ്ത വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഒരേപോലെയുള്ള വസ്ത്രങ്ങളുമാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അത് പലപ്പോഴും നമ്മൾ എടുക്കുന്നത് വാട്സപ്പിൽ നിന്നാവാം, ഫേസ്ബുക്കിൽ നിന്നാവാം, എവിടെ നിന്നെങ്കിലും ആവാം, പക്ഷെ നമ്മളതല്ല. ഇതാണ് അതിൽ നോക്കേണ്ടത്, നമ്മളതല്ല. നമ്മളെ കയ്യിൽ കിട്ടിയ എന്ത് ചെയ്തു, നമ്മൾ അതുപോലെ യൂട്യൂബിലെടുത്ത് അങ്ങ് പിന്നെ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് വാച്ച് അവർ കയറുന്നതും ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ നിങ്ങൾ കൂടെ മറ്റൊരാൾ കൂടി ആസ്വദിക്കുന്നുണ്ട്, അത് യൂട്യൂബിൻ്റെ ടീമാണ്. അവർ പറഞ്ഞു നിങ്ങൾ വരുമല്ലോ, എന്തായാലും വരുമല്ലോ, ഒരു പ്രാവശ്യം വരട്ടെ, എന്തായാലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാച്ച് അവർ ഇതൊക്കെ കൂടിയിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം 8ന്റെ പണി യൂട്യൂബ് തരും എന്നതായിട്ട് ഒരു സംശയവും വേണ്ട.
അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോസിൽ ഏതെങ്കിലും രീതിയിലുള്ള വോയിസ് ഓവർ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാമല്ലോ. നമുക്കിപ്പം ഒരുപാട് വൈറലായിട്ട് പോകുന്നൊരു വീഡിയോ എടുത്ത് അഭിപ്രായങ്ങൾ പറയും, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുക. അത് നിങ്ങളുടേതായ എന്തെങ്കിലും ക്രിയേഷൻസ് അതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് വലിയ ഇഷ്യൂ ആവില്ല. ഇതേ കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മറ്റൊരു ചാനൽ, അത് മോണിറ്റൈസേഷൻ സിമ്പിളായിട്ട് ആയി കിട്ടും. പക്ഷെ ഇതൊന്നും ചെയ്യാതെ വരുന്ന വീഡിയോസാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു കേസ് കൂടി പറഞ്ഞു. ഒരാൾ അറിയാതെ, അതായത് പലപ്പോഴും തുടക്കക്കാരായ ആൾക്കാർ ഇതൊന്നും അറിയാതെ കുറേ വീഡിയോസ് കിട്ടുന്നൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സബ് കിട്ടണം, എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതിനുശേഷം എന്താണെന്ന് പോലും വലിയ പ്ലാനൊന്നും ഉണ്ടാവില്ല, അതുവരെ കാര്യം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത ആൾക്കാർക്കും പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടിയ സംഭവങ്ങൾ ആദ്യ കാലത്ത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അതിനുശേഷം നമ്മൾ ഒരു ട്രാക്കിലേക്ക് വന്നു കാണും. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ പഴയ വീഡിയോസ് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ മുഴുവൻ ഡ്രസ്സ് ഒറ്റയടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ വരുമ്പോൾ ഒന്നും കാണൂല അവിടെ. അപ്പം അതുകൊണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ചാനൽ അങ്ങ് ഫ്രീസ് ആവും. പിന്നെ ചാനൽ കയറി വരാൻ നല്ല പണിയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ടൈം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യുക? നിങ്ങൾ 10-14 ദിവസത്തോളം സമയം തരുന്നുണ്ട്. ആ സമയത്തിനിടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് രണ്ടാമത് തന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ റീഅപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് സ്വന്തമായിട്ട് വെള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ, അതും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് വരും. പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നവർക്കാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. ഈ ആനയുടെയും മറ്റൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വന്തം കണ്ടന്റ് ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അതായത് അതിൻ്റെ ഞാനാണ് ഇത് നിർമ്മിക്കുന്നത്, ഞാനാണ് കട്ട് ചെയ്യുന്നത്, ഞാനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതിൻ്റെ എഡിറ്റിംഗ് ഇതെല്ലാം ഞാനാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഒഫീഷ്യൽസിന് അയച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ അയച്ചു കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ മാക്സിമം അത് നിങ്ങൾക്ക് വീണ്ടും മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി തരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പല വീഡിയോസും ഇട്ടിട്ട് റീച്ചാക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെ റീച്ചായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവസാന വിജയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് പിടിവീഴും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡിപ്രഷനൊക്കെ വരും. അതുകൊണ്ട് നമ്മുടേതായ വീഡിയോ ഇട്ട് റീച്ചായി തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ വീഡിയോസൊക്കെ ഓരോന്നായി മെല്ലെ ഡിലീറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കാരണം ഞാൻ 2 വർഷം മുമ്പെയാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ പഴയ കുറേ വീഡിയോസ് ഉണ്ട്, എന്തെങ്കിലും ആവോ നോക്കാൻ വേണ്ടി ഇട്ട വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഡിലീറ്റാക്കി വരികയാണ്. എന്താ ഞാൻ ഫുള്ളായിട്ട് ഡിലീറ്റ് ആക്കാനെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചാനലിനെ ബാധിക്കാത്ത രീതിയിൽ വേണം ഡിലീറ്റ് ആക്കി കളയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജഷനിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടും, സജഷനിലേക്ക് പോയാൽ നമ്മുടെ ചാനൽ എങ്ങനെ അതുവഴി രക്ഷപ്പെടുത്താം എന്നൊക്കെയുള്ള വീഡിയോ ചെയ്യാമെന്നത് മറന്നിട്ടില്ല, എന്തായാലും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ CTRും കാര്യങ്ങളൊക്കെ വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്ന ആളുകളും അതുപോലെ തുടക്കത്തിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും തമ്പനെയിൽ ഡിസൈൻ്റെ കേസിൽ ഭയങ്കര അബദ്ധമാണ് ഞാൻ കണ്ടെടുത്തോളം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിലും, നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റിവെക്കാൻ റെഡിയാണെങ്കിലും, നിങ്ങൾ തമ്പനെയിൽ പഠിപ്പിച്ച് അടിപൊളിയാക്കുന്ന കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫോർട്ട് വേണം. ഇനി നിങ്ങളിതൊന്നും കാണാനോ ചെയ്യാനോ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തമ്പനെയിൽ വെറുതെ എനിക്ക് പൈസ തന്ന് പഠിക്കാൻ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ആർക്കാണോ വർക്ക് ചെയ്യാനും രക്ഷപ്പെടാനും താല്പര്യമുള്ളത് അവർക്ക് ജോയിൻ ചെയ്യാം എന്ന് പ്രത്യേകം പറയുന്നു. കാരണം കോഴ്സിന് ജോയിൻ ചെയ്താൽ കുറച്ച് വർക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്തു നോക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സമയങ്ങളിൽ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.